കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് വനംവകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ കർഷകർക്ക് ദുരിതമാകുന്നു. നാട്ടിലെ ചെറുപ്പക്കാർ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വനംവകുപ്പ് പതിവായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പരാതി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല ഇടത്തട്ട് മേഖലകളിലായാണ് അടുത്തിടെയായി വനംവകുപ്പ് സമാന്തര സർക്കാർ പോലെ പ്രവർത്തിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതെന്നാണ് പ്രദേശവാസികളും ആരോപിക്കുന്നത്. നഗരംപാറ റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടക്കുന്നതെന്നും യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുമെന്ന് വരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. സ്വന്തം ഡിവിഷന്റെ വെളിയിൽ കയറി കേസ് ഉണ്ടാക്കിയിട്ടാണ് വലിയ വർത്തമാനം പറയുന്നു. പിടിക്കണോ എന്നാ ഞാൻ അവിടെ നിൽക്കല്ലേ? സ്വന്തം റേഞ്ചിന്റെ അതിർത്തി ഒന്ന് കാണിച്ചേ. സ്വന്തം റേഞ്ചിന്റെ അതിർത്തി ഒന്ന് കാണിച്ചത് ഇപ്പൊ ഇവിടെ കാണാനോ? സാഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റവന്യൂ ഭൂമിയിൽ വനംവകുപ്പ് അനധികൃതമായി അവകാശവാദം ഉന്നയിക്കുന്നതിനെതിരെ നാട്ടുകാർ നേരത്തെ പ്രതിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ഉൾപ്പെടെ നിരവധി തവണ അപേക്ഷകൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും സാഫ് സംഘടന ആരോപിക്കുന്നു. ഇതാണ് വനജീവനക്കാർ നാട്ടുകാരോട് വൈരാഗ്യപരമായ സമീപനം സ്വീകരിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ കുടിയേറി താമസിക്കുന്ന പ്രദേശമാണ് ഇടത്തട്ട് മേഖല. റവന്യൂ തരിശുഭൂമിയായി കിടക്കുന്ന പാറകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ പോലും വനംവകുപ്പ് തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. അവര് പറയുന്നത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കേസെടുക്കാം, നിങ്ങൾ ആരുടെ പേരിൽ വേണമെങ്കിലും കേസെടുക്കാം എന്ന് പറയുകയും ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യരുത് എന്നും ഉള്ളൊരു ഗുണ്ടായുസ നിലപാടാണ് ഫോറസ്റ്റുകാരിൽ എടുത്തോണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ വാഴത്തോപ്പ് റേഞ്ച് ഓഫീസർ ഹരിലാൽ എന്ന് പറയുന്ന ഒരാള് നമ്മളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ പിടിച്ച് അകത്തിട്ടിരിക്കും എന്നാണ് പുള്ളിയുടെ ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണി. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്ന അനീതികളെ ഞങ്ങളുടെ സാഫ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ചോദ്യം ചെയ്തതിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇദ്ദേഹം വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്ന തെരഞ്ഞു പിടിച്ചുള്ള ആൾക്കാരെ കേസിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രദേശത്ത് പലപ്പോഴും ഉണ്ടാകുന്ന കാട്ടുതീ പോലും വനംവകുപ്പിന്റെ സ്വഭാവനയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഭീതി സൃഷ്ടിച്ച പ്രദേശവാസികളെ കുടിയിറക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. ജീവൻ ഭയന്ന നിരവധി കുടുംബങ്ങൾ മലമുകളിൽ നിന്ന് താഴ്പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതായും ആളുകൾ പറയുന്നു. 6 വർഷം മുമ്പ് വീടിന് സ്ഥലം നികത്തുന്നതിനിടെ 2 പാഴ്ത്തടികൾ പിഴുതുമാറ്റിയ സംഭവത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ JCB വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇതുവരെ വാഹനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള നടപടികളാണ് വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികളെന്ന് പ്രദേശത്തെ ജനങ്ങളും ആരോപിക്കുന്നു. പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയ സാഹചര്യത്തിലെങ്കിലും വനംവകുപ്പിന്റെ ഈ സമാന്തര സർക്കാർ നീക്കത്തിന് എതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.